നമ്മുടെ നാട് വലിയ ചൂടിലേക്ക് നീങ്ങുന്ന ഒരു കാലത്താണ് നാം നിലനിൽക്കുന്നത്. എല്ലായിടത്തും അസഹ്യമായ ചൂടാണ്. ആ ചൂട് മനുഷ്യന്റെ ശരീരത്തെയും മനസ്സുകളെയും മാത്രമല്ല, ചിന്തകളെ വരെ ചൂട് പിടിപ്പിക്കുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിന് ശേഷം ഇനി മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചയുടെ ചൂടാണ്. ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത് എന്ന് പോലും തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് ആരാണ് ഭരിക്കേണ്ടത്, ആരാണ് ഭരണത്തലവൻ എന്ന ചർച്ചയുടെ ചൂടിലാണ് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് രംഗം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റുന്ന വിധം 850 സീറ്റുകൾ ജനാധിപത്യ പ്രക്രിയയിൽ വർദ്ധിപ്പിച്ച് രാജ്യം വലിയ ഒരു സങ്കീർണമായ അവസ്ഥകളിലോട്ട് കടന്നു പോകുന്ന ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം സംവരണ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ചൂടിലാണ്. ആഗോളമായി തീതുപ്പുന്ന മിസൈലുകളും ആറ്റം ബോംബുകളും ഹോർമുസ് കടലിടുക്കിലെ സമുദ്രത്തിന്റെ ജലത്തിന് തണുപ്പാണെങ്കിലും ഉപരിതലത്തിലെ ചർച്ചകൾക്ക് ചൂടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച അത്യുജ്വലമായി കുതിച്ചുയരുന്ന താപനിലയാണ്, സൂര്യന്റെ ചൂട്. അതൊക്കെ ചർച്ചകളുടെയും ചിന്തകളുടെയും ചൂടുകളാണെങ്കിലും നാം നമ്മുടെ ശരീരത്തിലേക്ക് അനുഭവിക്കുന്ന ചൂട്, സൂര്യന്റെ താപം എന്നത് ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ അത് ഇതിനേക്കാൾ ഉയരാമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ചൂട് കാരണത്താൽ, അത്യുഷ്ണം കാരണത്താൽ മനുഷ്യൻ മുഴുവനും വെന്തുരുകുന്നു. അവന്റെ തൊഴിൽ മേഖലകളിലും അവന്റെ ജീവിത ആവാസ വ്യവസ്ഥകളിലും മാനസികമായി അവന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം സൂര്യന്റെ ചൂട് നമ്മെ പിടിമുറുക്കുമ്പോ ആ ചർച്ചയുടെ ഇടയിൽ സൂര്യൻ എന്നത്, സൂര്യതാപം എന്നത് എല്ലാവരെയും ഒരുപോലെ കീഴടക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂര്യൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ വളരെ മനോഹരമായി നമ്മോട് കൈകാര്യം ചെയ്യുകയും ഈ സൂര്യന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ച് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥകളെ തന്നെ തകിടം മറിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അത്യന്താപേക്ഷിതമാണ്. എന്താണ് സൂര്യൻ? ആ സൂര്യൻ ഈ ഭൂലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ്. ഭൂമിയോട് ഏറ്റവും ബന്ധമുള്ള ഗ്രഹമാണ്. ശാസ്ത്രീയമായി സൂര്യൻ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ ആധാരമാണ്. രാപ്പകലുകളുടെ വ്യതിയാനങ്ങൾ സൂര്യന്റെ ഉദയാസ്തമയങ്ങളെ മുഴുവനും സംബന്ധിച്ചിട്ടാണ് ഉണ്ടാകേണ്ടത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂര്യൻ എന്ന് പറയുന്നത് ഒരു മഹാസൃഷ്ടിയാണ്. അള്ളാഹു പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനേക്കാൾ സങ്കീർണമാണ്. നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളിലെ നാഡി വ്യവസ്ഥകൾ, ഞരമ്പിന്റെ വ്യവസ്ഥകൾ, രക്തചക്രമണങ്ങൾ, തലച്ചോറിന്റെ ചിന്തകൾ എന്ന് വേണ്ട ഒരു മനുഷ്യ ശരീരം എത്രത്തോളം സങ്കീർണമായ നാഡീ ഞരമ്പുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടോ അതിനേക്കാൾ അതിസങ്കീർണമാണ് ആകാശലോകത്തിന്റെ സൃഷ്ടിപ്പ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ആ സൃഷ്ടിപ്പിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് സൂര്യൻ. വളരെ പെട്ടെന്ന് സൂര്യനെ കുറിച്ച് മാത്രം നാം മനസ്സിലാക്കേണ്ട ഒരു വ്യവസ്ഥകൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആദരവായ ചില ആളുകൾ സൂര്യനെ ദൈവമായി അംഗീകരിക്കുന്നവരുണ്ട്, സൂര്യ നമസ്കാരം നിർവഹിക്കുന്നവരുണ്ട്. സൂര്യൻ എന്നത് അല്ലാഹു ആദ്യം പറയുന്നത് അല്ലാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മാത്രമാണ്. സൂര്യൻ ദൈവമല്ല. സൂര്യനെ ആരാധിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത് അവരുടെ വിശ്വാസം. വിവിധ മതനിദർശനങ്ങളുടെ സംഗമഭൂമിയാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട
മകൻ ഇബ്രാഹിം മരണപ്പെട്ടു. 1.5 വയസ്സോ 2 വയസ്സോ എന്ന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരണപ്പെട്ടു പോയ തന്നെ മകന്റെ മയ്യത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുന്നുണ്ട്. പൊന്നുമോനെ ഇബ്രാഹിമേ, ഉമ്മ മരിയത്തുൽ ഖിബ്തിയ മറയുടെ മുകളിൽ അപ്പുറത്തിരുന്ന് ഗദ്ഗദത്തോടെ കരയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, മോനെ, പ്രിയപ്പെട്ട മോനെ, ഇന്നാ ബിമൗതിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്റെ ഈ മയ്യത്ത് കാണുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലെന്ന് ഹബീബ് പറയുന്ന നേരം അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മകൻ മരണപ്പെട്ടു പോയി. അന്നത്തെ ദിവസം സൂര്യഗ്രഹണമുണ്ടായി മക്കയിൽ. അനുയായികൾ എല്ലാവരും പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെട്ടതുകൊണ്ട് പ്രകൃതി അനുശോചനം നേടിയതാണ്. സൂര്യനും ചന്ദ്രനും ആ ദുഃഖത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ദുഃഖത്തിൽ പങ്കെടുത്തതാണെന്ന് അനുയായികൾ മുഴുവനും പ്രചരിപ്പിച്ചു. അങ്ങനെ ഒരു പതിവ് നമ്മുടെ ഇടയിലുണ്ട്. അനുയായികൾ അത്ഭുത കഥകൾ പ്രചരിപ്പിക്കുക, നേതാവ് അത് കേട്ടിട്ട് ഊറ്റം കൊള്ളുക, അദ്ദേഹം സ്വയം പടികൾ കയറി നേതാവ് വലിയൊരു ആത്മീയ വൃത്തമായി മാറുക. അനുയായികൾ അത്ഭുത കഥകൾ ഇങ്ങനെ വാകൾ മാറി വരമൊഴികൾ മാറി പ്രചരിപ്പിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ മകന്റെ മരണത്തിൽ പ്രകൃതി പങ്കുചേർന്നതാണെന്നുള്ള അബദ്ധ ജടിലമായ ശാസ്ത്രബോധം തൊട്ടുതണ്ടിട്ടില്ലാത്ത ഈ വാക്ക് കേട്ടപ്പോൾ എല്ലാവരോടും പള്ളിയിൽ വരാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും പള്ളിയിലെത്തി. ഹബീബായ നബി തങ്ങളോട് എല്ലാവരും അങ്ങയുടെ മകൻ മരിച്ചതിന്റെ ദുഃഖത്തിലാണ് ഈ സൂര്യന്റെ ഗ്രഹണം ഉണ്ടായതെന്ന് പറഞ്ഞപ്പോ മദീനത്തെ പള്ളിയുടെ മെമ്പറിലോട്ട് കയറി അബദ്ധവാദങ്ങളുടെ ശാസ്ത്രബോധം തൊട്ടുതണ്ടിട്ടില്ലാത്ത മതബോധങ്ങളെ ലോകത്ത് പറയരുതെന്ന് പഠിപ്പിക്കാൻ അന്ധവിശ്വാസങ്ങളുടെയും മൂനയൊളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന മെമ്പറിൽ കയറി. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. സഹാബാക്കളെ, നിങ്ങൾ എന്റെ അനുയായികളാണ്. ഇന്ന് മക്കയിൽ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അതെന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനുയായികളെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മരണവുമായിട്ടോ ജനനവുമായിട്ടോ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്ക് ബന്ധമില്ല. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് രാത്രിയും പകലും. ഖുർആനിൽ അല്ലാഹു അസന്നിഗ്ധമായി പറയുകയാണ്, മുഅ്മിനീങ്ങളെ, ഈ സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അവനെ അറിയാനുള്ള ഭൂലോകത്തിന്റെ തെളിവാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ. ഈ സൂര്യനെയോ ചന്ദ്രനെയോ നിങ്ങൾ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യരുതേ. നിങ്ങളുടെ നെറ്റിത്തടം സൂര്യന്റെയോ ചന്ദ്രന്റെയോ മുമ്പിൽ നിങ്ങൾ വെക്കാൻ പാടില്ല. ഓ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങളുടെ സൃഷ്ടാവായ സൂര്യന്റെയും ചന്ദ്രന്റെയും രാത്രിയുടെയും പകലിന്റെയും സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിലെ നിങ്ങൾ സുജൂദ് ചെയ്യാവൂ. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. ഈ ഖുർആൻ അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ ആ സമയത്ത് തന്നെ ആ വാദത്തിന്റെ മുനയൊടിച്ചു. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിനെ അറിയാനുള്ള ദൃഷ്ടാന്തം മാത്രമാണ്. ഈ സൂര്യനെയും ചന്ദ്രനെയും നോക്കിയിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ അറിയണം എന്നതിനപ്പുറം ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ. സൂര്യന്റെ ചൂട് കുറയാൻ വേണ്ടി സൂര്യനെ നിങ്ങൾ ആരാധിക്കലല്ല, സൂര്യന്റെ സിദ്ധാവായ റബ്ബിനോട് പറയലാണ് ചെയ്യേണ്ടതെന്ന് വിശുദ്ധമായ ഖുർആൻ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. സൂര്യൻ എന്നത് ചന്ദ്രൻ എന്നത് അല്ലാഹുവിനെ അറിയുവാനുള്ള
ഉപാധിയാണ്, തെളിവാണ്. എങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയ ആളുടെ മുമ്പിൽ ലക്കിനു മൗതാക്കും സൂറത്ത് യാസീൻ, മരണാസന്നനായി കിടക്കുന്ന ആളുടെ മുമ്പിൽ നിങ്ങൾ യാസീൻ പാരായണം ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യാസീൻ പാരായണം ചെയ്യണം. എന്തിനാണ്? മരണപ്പെട്ടു 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ശരീരം മുഴുവനും തണുത്തുറഞ്ഞൊരു കൺപീരി അനക്കാൻ പോലും കഴിയാതെ അടുത്ത ഒരു 5 മണിക്കൂർ കഴിഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന മരണപ്പെട്ടു പോയവന്റെ മുമ്പിൽ ഇരുന്ന് യാസീൻ ഓതുന്നത് എന്തിനാണ്? എന്താണ് അവനോട് ഓതുന്നതെന്നാണ്? അവൻ പോകുന്ന ഖബറിനെ കുറിച്ചല്ല, അവൻ കാണാൻ പോകുന്ന നരകത്തെ കുറിച്ചല്ല, അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഹിസാബിനെ കുറിച്ചിട്ടല്ല. ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട് പരലോകത്തേക്ക് യാത്രയായി പോകുന്നവനോട് പറയേണ്ടത് എന്താണ്? ഖബർ വരുന്നു, സ്വർഗം വരുന്നു, നരകം വരുന്നു അല്ല. മരണപ്പെട്ടവനോട് ഓതുന്ന ഖുർആന്റെ സൂറത്ത് യാസീനിൽ ഓതുന്നത് എന്താണ്? മരിച്ചൊന്നും അറിയാതെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട മകൾ നെഞ്ചത്ത് പിടിച്ചു വിളിച്ചാൽ പോലും തിരിച്ചറിയാത്ത മനുഷ്യനോട് ഓതുന്നത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസു തജ്രീ ലിമുസ്തഖരിൻ ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽറുജൂനിൽ ഖദീം ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. വശംസു സൂര്യനെ തജ്രീ സഞ്ചരിക്കുന്നുണ്ട്, ലിമുസ്തഖരിൻ ലഹാ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ചന്ദ്രനും ഞാൻ നിർണിതമായൊരു ദിശയെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ആകാശത്ത് നിൽക്കുന്ന സൂര്യനിതേവരെ ചന്ദ്രനിൽ പോയി തട്ടിയിട്ടില്ല, ചന്ദ്രൻ പോയി ഭൂമിയിലും തട്ടിയിട്ടില്ല. ആരോടാ പറയാ? കണ്ണു തുറന്നിട്ട് സൂര്യനെ നോക്കാൻ പോയിട്ട് അടുത്ത് കിടക്കുന്ന മോളുടെ നിലവിളി പോലും തിരിച്ചറിയാത്തവനോട് പറയാൻ, ഇന്നേ വരെ സൂര്യൻ പോയി ചന്ദ്രനിൽ തൊട്ടിട്ടില്ല കേട്ടോ, ചന്ദ്രൻ പോയി സൂര്യനിൽ തൊട്ടിട്ടില്ല കേട്ടോ. മരണപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയവനെ ഇന്നേ വരെ രാത്രി വരേണ്ട സമയത്ത് പകല് വന്നിട്ടില്ല, പകല് വരേണ്ട സമയത്ത് രാത്രി വന്നിട്ടില്ല. ആരോടാണ് മരിച്ചു കിടക്കുന്നവനെ കെമിസ്ട്രി പഠിപ്പിക്കുക? മരിച്ചു കിടക്കുന്ന ആളുകളോട് ഫിസിക്സ് പറയാണ്. ഇത് എത്ര അർത്ഥശൂന്യതയാണ്. മരിച്ചു പോകുന്നവനോട് എന്തിനാണ് സൂര്യനെ കുറിച്ച് പറയുന്നത്, അതിന്റെ ഭ്രമണപഥത്തെ കുറിച്ച് പറയുന്നത്, ചന്ദ്രന്റെ നിർണിതമായ ദിശയെ കുറിച്ച് പറയുന്നത്? ഇതെന്തിനാണ് പറയണമെന്നറിയണമെങ്കിൽ യാസീന്റെ ഏറ്റവും വലിയ കാതലുണ്ട്. ആ കാതൽ ഏറ്റവും അവസാനമാണ്. ഇങ്ങനെ ഓതി ഓതി പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തൂഅദൂൻ. അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ മനസ്സിലേക്കൊരു കുളിർ തന്നെ പോലെ ഒഴുകുന്ന ഒരു ഗ്രന്ഥം പടച്ചോന്റെ കലാമല്ലാതെ മറ്റൊരു കലാമില്ല. ചില പിന്നീട് ഒരു ജുമയ്ക്ക് നമുക്ക് ഖുർആൻ ചർച്ച ചെയ്യാം. അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ നമ്മളിങ്ങനെ ഈ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് കേട്ട മാതിരി അങ്ങനെ ഓതുന്നു എന്നല്ലാതെ ഈ പറയുന്നവൻ കേക്ക് നിൽക്കുന്നവന്റെ കൽബ് പടയും. സൂര്യനും ചന്ദ്രനും ഒക്കെ പറഞ്ഞിട്ട് അവസാനം യാസീൻ ഓതും തീരുന്നെങ്ങനെയാണ്? അവലം യറൗ അന്നാ ഖലഖനാഹും അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിഥലഹും വലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അല്ലാഹുവിനെ നിഷേധിച്ചവനെ, നരകത്തെ നിഷേധിച്ചവനെ, സ്വർഗത്തെ നിഷേധിച്ചവനെ, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ. ഈ പ്രപഞ്ചം തുടങ്ങിയ അന്നു മുതൽ ഇതേവരെ കൃത്യമായി സൂര്യനെ ഉദിപ്പിച്ച റബ്ബിന്, ആ സൂര്യനെ പടിഞ്ഞാറിന്റെ നഭസ്ഥലിയിൽ അസ്തമിപ്പിച്ച റബ്ബിന് ഇനി ഇതേപോലൊരു സ്വർഗവും നരകവും സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചുവോ? അതിഹി ജഹന്നമുല്ലതീ കുന്തും തൂഅദൂൻ. നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകത്തിലേക്ക് നീ യാത്ര പോവുകയാണ്. ഈ ഭൂമിയിലൂടെ നടന്നപ്പോൾ സൂര്യനെ കുറിച്ച് എത്ര പ്രാവശ്യം ഞാൻ ഖുർആനിൽ പറഞ്ഞു. ഈ സൂര്യനെ ഇങ്ങനെ സൃഷ്ടിച്ച അല്ലാഹുവിന് എത്ര നാളായി ലോകം വന്നിട്ട്? നമ്മൾ വന്നിട്ട് എത്ര വർഷമായി? 10-20 വർഷമായില്ലേ? ഇന്നേ വരെ സൂര്യന്റെ ഉദയം വൈകിയ എന്നെങ്കിലും ഒരു ദിവസം വൈകി, അതിന് അസ്തമയം ഏതെങ്കിലും ഒരു ദിവസം ഒരു മിനിറ്റ് പോലും പിന്തില്ലെന്ന് കൊട്ടിഘോഷിച്ച വന്ദേ ഭാരത് ഞാൻ കഴിഞ്ഞ ആഴ്ച വരുമ്പോ 30 മിനിറ്റ് വൈകി.
ഒരു 8 മീറ്റർ നീളം പോലും ഇല്ലാത്ത ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യൻ റെയിൽവേ ട്രാക്കിലൂടെ ഓടുന്ന 100 മീറ്റർ 10 ബോഗികളില്ലാത്ത ഒരു തീവണ്ടി കടന്നു വന്നപ്പോൾ GPS സംവിധാനം ഒരു നിമിഷം തെറ്റിയപ്പോൾ എഗ്മോർ എക്സ്പ്രസ് ചെന്നൈ എക്സ്പ്രസുമായി കൂട്ടിമുട്ടി 360ഓളം ആളുകൾ വീണു മരിച്ചുപോയി. മനുഷ്യ, നിന്റെ ഇത്രയും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിട്ട് പോലും 4 തീവണ്ടികൾ മുഴുവനും നിയന്ത്രിക്കാൻ കഴിയാത്ത നീ ഇക്കണ്ട വിശാലമാ മിണ്ടലമുട്ടത്തിങ്കൽ ഗോള നക്ഷത്രങ്ങളെ അമ്മാനമാടിടും. ഒന്നിനോടൊന്നൊന്നു തട്ടാറ തട്ടിയും മുട്ടാറ മുട്ടിയും നിത്യമുരുട്ടിടും പ്രപഞ്ച ശില്പി. ഈ നൂറ്റാണ്ടുകളായി ഏതെങ്കിലും ഒരു സാങ്കേതിക തകരാറ് കൊണ്ട് സൂര്യോദയം വൈകി 1 മിനിറ്റ്, സൂര്യന്റെ അസ്തമയം വൈകി 1 മിനിറ്റ്, എന്നിട്ടും പടച്ചവനിൽ നിന്ന് നിഷേധിച്ചവനെ പള്ളിയിൽ ബാങ്ക് വിളിച്ചപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ അസഹനീയമായി തിരിച്ചുപോയവനെ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിഥലഹും. ഈ സൂര്യ ചന്ദ്ര നക്ഷത്ര ഗോളങ്ങളെ സംവിധാനിച്ച അല്ലാഹുവിന് ഇത് അസ്തമിച്ചതിന് ശേഷം ഒരു സ്വർഗവും നരകവും നിർമ്മിക്കാൻ കഴിയില്ല എന്ന് നീ കരുതിയാൽ നിന്നേക്കാൾ വലിയ ബുദ്ധിശൂന്യനാണെന്ന് വെള്ളത്തുണി പൊതിച്ച് കിടക്കുന്നവനോട് ഖുർആൻ ചോദിക്കുകയാണ്. യാസീൻ എന്നത് വെറുതെ ഓതി തീർക്കാനുള്ള ചടങ്ങുകളല്ല. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് യാസീൻ. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവന് മുന്നറിയിപ്പാണ്. സമയമില്ല സഹോദരങ്ങളെ, ഈ സൂര്യനെ സംവിധാനിച്ചത് ആരാണ് ഇതിനെ നിർമ്മിച്ചത്? മരിച്ചവനോട് യാസീൻ ഓതാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ സൂര്യന്റെ സൃഷ്ടിപ്പ് എത്ര നല്ലതാണ്. ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം 14,95,97,906 കിലോമീറ്റർ മുകളിലാണ്. ആ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഇപ്പോഴുള്ള അകലത്തേക്കാൾ 906 എന്നതിനേക്കാളേറെ 907 കിലോമീറ്റർ ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാൾ 1 കിലോമീറ്റർ അകലെയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ മുഴുവനും മഞ്ഞുകട്ടകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെടുമായിരുന്നു. ജനജീവിതം ദുസ്സഹമാകുമായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാൾ 1 കിലോമീറ്റർ താഴെയായിരുന്നുവെങ്കിൽ, 905 കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യന് ചൂടുകൊണ്ടൊരു സസ്യലതാദികൾ മുളയ്ക്കുമായിരുന്നില്ല. ഒരു ജാമിതീയ കണക്കുകളുടെ വൈദഗ്ധ്യത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ ഭൂമിയിൽ നിന്ന് സൂര്യന്റെ ദൂരം കൃത്യമായി മനുഷ്യന്റെ ആവാസ വ്യവസ്ഥിതികൾക്ക് കോട്ടം വരാത്ത രീതിയിൽ ഇതിനെ രണ്ടിനെയും ഇത്രയും കൃത്യമായ അകലത്തിൽ വെച്ച ആളാരാണ്? ഫസ്തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതൊരു അത്ഭുതമല്ലേ? ആരാണ് ഇതിനെ കൃത്യമായി വെച്ചതാരൻ? 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ മഞ്ഞിന്റെ ആവരണം, 1 കിലോമീറ്റർ താഴെയാണെങ്കിൽ ചൂട് സഹിക്കാൻ കഴിയില്ല. ആരാണ് ഇത്രയും കൃത്യമായി ഈ സൂര്യനെ വെച്ചതാരൻ? അത്രയും കൃത്യമായി ഈ സൂര്യനെ. അതുകൊണ്ട് സൂര്യതാപം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് AC വാങ്ങിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല. ഈ സൂര്യനെ കുറിച്ച് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഇത്രത്തോളം താഴെയായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ആരാണ് ഇതിനെ നിർവഹിക്കുന്നത്? ഇത്രയും കൃത്യമായി ഇതിന്റെ അകലത്തെ ഡിസൈൻ ചെയ്തത് വെച്ച ആരാണ്? എന്തുകൊണ്ടാണ് ഈ സൂര്യന് പ്രത്യേകതയുള്ളത്? 4ാമത് ഖുർആൻ സൂര്യനെ കുറിച്ച് പറയുന്നത് മഹാത്ഭുതമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ. വിശുദ്ധ ഖുർആൻ മിക്കവാറും ഈ സൂറത്ത് കേൾക്കാത്ത ആരുണ്ടാവില്ല. ഇത് കേൾക്കാത്തവർ കേട്ടിട്ടില്ലേ? വശംസി വളുഹാഹാ. സൂര്യന്റെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. നിങ്ങൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. വളുഹാഹാ, അതിന്റെ വെളിച്ചത്തെ തന്നെയാണ് സത്യം. വശംസി വളുഹാഹാ, വശംസി സൂര്യനെ തന്നെയാണ് സത്യം. വളുഹാഹാ, അത്
അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. അലിമീങ്ങളോട് ചോദിച്ചാൽ അറിയാം, ഒരു സാധനത്തെ കുറിച്ച് സത്യം ചെയ്താൽ പിന്നെ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തു പറയേണ്ട കാര്യമില്ല. വശംസി സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു സൂര്യപ്രകാശത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞ് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൂര്യന്റെ പ്രകാശത്തിന് വേറെ ഒന്നിനുമില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഖുർആൻ. എന്താണ് സൂര്യപ്രകാശത്തിന്റെ പ്രത്യേകത? എന്താണ് സൂര്യന്റെ പ്രകാശത്തിന്റെ പ്രത്യേകത? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയുള്ളത് പ്രകാശത്തിനാണ്. എത്രയാണ്? ഒരു സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയാണ്. ഒരു പെർ സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ. കൃത്യമായി പറഞ്ഞാൽ പെർ സെക്കൻഡിൽ 2,99,792.5 കിലോമീറ്റർ ഈ സൂര്യപ്രകാശത്തിന്റെ വേഗതയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത സൂര്യപ്രകാശത്തിനുള്ളത് കൊണ്ടാണ് പടച്ചതമ്പുരാൻ അതിനെടുത്ത് സത്യം ചെയ്തത്. ഈ ഖുർആൻ പഴഞ്ചനാണെന്ന് പറയുന്നവരോട്, ഈ ഖുർആൻ തിരിയില്ലെന്ന് പറയുന്ന എന്റെ യുവാക്കളോടാണ് ഞാൻ പറയുന്നത്. സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ 2,99,792.5 കിലോമീറ്റർ. ആ 5 കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഭൂമിയിലെത്തണമെങ്കിൽ 20 മിനിറ്റും 8 മിനിറ്റും 20 സെക്കൻഡും വേണം. ഈ സൂര്യന്റെ പ്രകാശം അവിടെ നിന്ന് ഭൂമിയിൽ എത്തണമെങ്കിൽ ഈ വേഗതയിൽ സഞ്ചരിച്ചാൽ 8 മിനിറ്റും 20 സെക്കൻഡും വേണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന സൂര്യൻ ഇപ്പോഴത്തെ സൂര്യനല്ല, 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനാണ്. ലൈവായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനാണ്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരം കൈയാളുന്ന അല്ലാഹുവേ, നീ എത്രമേൽ സ്തുതിക്കപ്പെടേണ്ടവനാണ്. ഇത്രമേൽ മുകളിലാണ് അല്ലാഹു സൂര്യനെ വെച്ചിരിക്കുന്നതെങ്കിൽ സൂര്യപ്രകാശം ഏറ്റവും വേഗതയേറിയതാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഈ സൂര്യന്റെ പ്രകാശം അത് അവസാനം വരെ ലോകത്ത് നിൽക്കുന്ന ഈ സൂര്യൻ ഒരു മഹാത്ഭുതമാണ്. ഈ സൂര്യൻ ഒരു മഹാത്ഭുതമാണ്. ഇനി സൂര്യനുമായി ബന്ധപ്പെട്ട 5ാമത്തെ പരാമർശം, സൂര്യതാപം കൂടുന്നു 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 എന്നെല്ലാവരും പറയുമ്പോൾ ഈ ഉരുകി തിരിയുന്ന നേരത്ത്, പ്രകമാതീതമായി വരുന്ന നേരത്ത് ഈ പ്രകാശം നമുക്ക് നൽകുന്ന, ചൂട് നൽകുന്ന സൂര്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് സുനിത വില്യംസും ഗുച്ചു വിൽമോറും ബഹിരാകാശ പേടകത്തിൽ സ്പേസിലേക്ക് പോയത്. 8 ആഴ്ച കൊണ്ട് 8 ദിവസം കൊണ്ട് പോയി തിരിച്ചു വരാൻ പോയവർ 8 മാസം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. ഇലോൺ മസ്കിനോ ഈ കാണുന്ന ബഹിരാകാശ പേടകങ്ങൾക്കോ ഈ കാണുന്ന യാതൊരുവിധ സംവിധാനങ്ങൾക്കും അവിടെ പോയി കുടുങ്ങിയവരെ താഴോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. 8 മാസം കഴിഞ്ഞ് സുനിത വില്യംസും ഗുച്ചു വിൽമോറും താഴെയെത്തി. അവർ ആദ്യം അവിടെ നിന്ന് കണ്ട കാഴ്ചകളെ കുറിച്ച് ചോദിച്ചപ്പോൾ സുനിത വില്യംസ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഞാൻ ഈ ബഹിരാകാശത്തിന്റെ സ്പേസിൽ നിന്ന് നിൽക്കുമ്പോ, സ്പേസ് എന്ന് പറഞ്ഞാൽ 1ാം ആകാശത്ത് പോലും പോയിട്ടില്ല. അത് നമുക്ക് പിന്നീട് സമയത്തിന്റെ പരിമിതി, വിഷയത്തിന്റെ വൈപുല്യം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആദ്യം നമ്മൾ കാണുന്ന സ്പേസിലേ പോയിട്ടുള്ളൂ, ആകാശത്തിന്റെ അതിർത്തികൾ ഭേദിച്ചിട്ടില്ല. തിരിച്ചു വന്നിട്ട് സുനിത വില്യംസ് പറഞ്ഞത്, ഞാൻ ആ സ്പേസിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരേ സമയം തന്നെ 16 ഉദയവും 16 അസ്തമയവും കണ്ടു. വാക്കവിയുടെ വാക്കല്ല, നിങ്ങൾ പരതി നോക്കുക. 16 ഉദയവും 16 അസ്തമയവും. അതിന് 2 വർഷം മുമ്പ് UAE-യിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയി ഇമാറാത്തി പൗരനുണ്ട് സുൽത്താൻ അൽ നയാദി. അദ്ദേഹവും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സ്പേസിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരേ ദിവസം തന്നെ 16 ഉദയവും 16 അസ്തമയവും കണ്ടു. അത് പിന്നെ മുസ്ലിമിന് വകവെക്കാം. സുനിത വില്യംസ് കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് തിരിച്ചുപോയ ബഹിരാകാശ സഞ്ചാരി പറഞ്ഞത്, സ്പേസിൽ നോക്കുമ്പോൾ ഒരേ ദിവസം 16 ഉദയവും 16 അസ്തമയവും. ഈ സൂര്യൻ മഹാത്ഭുതമാണ്. ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ.
ഫലാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി, ഒന്നിലധികം ഉദയങ്ങളുടെയും അസ്തമയങ്ങളുടെയും രക്ഷിതാവിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇന്നാ ലഖാദിറൂൻ, ഒരേ ദിവസം തന്നെ ഒരു സമയം അത് നടത്താൻ ഞാൻ കഴിവുള്ളവനാണ്. ആകെയുള്ളത് ഒരു സൂര്യനാണ്. പക്ഷെ ഒരേ ദിവസം ബഹിരാകാശത്ത് 16 ഉദയവും 16 അസ്തമയവും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പറയാണ് ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി, ഒന്നിലധികം ഉദയങ്ങളുടെയും അസ്തമയങ്ങളുടെയും രക്ഷിതാവാണ് ഞാൻ. ഈ സൂര്യൻ അല്ലാഹുവിന്റെ, അതാണ് അല്ലാഹു പറഞ്ഞത്, ഇത് അല്ലാഹുവിനെ അറിയുവാനുള്ള ദൃഷ്ടാന്തം മാത്രമാണ്, ഇത് നിങ്ങളുടെ ദൈവമല്ല. ഇത്രയും ഭൂമിയിൽ നിന്ന് മുകളിൽ നിൽക്കുന്ന സൂര്യൻ, 15 കോടിയോളം കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യൻ, എത്രയെത്ര, ഇത് സൂര്യന്റെ മാത്രം കഥയല്ല. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. ഈ സൂര്യന്റെ തൊട്ടപ്പുറത്ത് യുറാനസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഏറ്റവും വേഗതയുള്ള, ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും വേഗതയുള്ള ഒരു അതിശീഘ്ര ദ്രുതഗമന വാഹനത്തിൽ കയറി അവിടെ എത്തണമെങ്കിൽ 150 വർഷം വേണമെന്നാണ്. അതിനപ്പുറത്തൊരു നക്ഷത്രമുണ്ട് ആൽഫ സെന്ററി. അവിടേക്ക് ഒരാൾ പോയാൽ, ഇവിടെ നിന്ന് ആൽഫ സെന്ററിയിൽ എത്തിയ ഒരാൾ, അല്ലെങ്കിൽ ഞാൻ പോയി എന്ന് കരുതുക, ഞാൻ ഇവിടെ എത്തി എന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയോട് പറയാൻ ആൽഫ സെന്ററിയിൽ നിന്ന് ഹലോ എന്നൊന്ന് വിളിച്ചാൽ 7 വർഷം കഴിഞ്ഞ് ആ ഹലോ എന്ന് പറയുന്ന ശബ്ദം ഭൂമിയിലെത്തുകയുള്ളൂ എന്നാണ്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. പടച്ചതമ്പുരാന്റെ വലിയ സിട്ടിപ്പിന്റെ ഏതോ ഒരു കോണിലിരുന്ന് ഓമത്തണ്ടിന്റെ ബൈനോക്കുലർ നോക്കിയിട്ട് ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികളോട്, നിരർത്ഥകവാദികളോട്, ഭൗതികവാദികളോട്, സന്ദേഹവാദികളോട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് ചോദിക്കുന്ന മഹാത്ഭുതമാണ് സൂര്യൻ. സൂര്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പരാമർശം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 15 കോടി കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ പാലക്കാട് 45 ഡിഗ്രി, പാലക്കാട് 45 ഡിഗ്രി. ഇനി ഈ ശനിയാഴ്ച ഒരു തണല് പോലും ഉണ്ടാവില്ലെന്ന്. നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു ചൂട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അല്പനേരം തണലിലേക്ക് മാറി നിൽക്കും, അല്പനേരം AC യിലേക്ക് മാറി നിൽക്കും. 43 ഡിഗ്രി ചൂട് വരുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തണലിലേക്ക് മാറി നിൽക്കും. 6ാമത് ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് ചൂട് സഹിക്കാൻ കഴിയാത്ത ഒരു സമയത്ത് നിങ്ങൾ ഒരു തണൽ അന്വേഷിച്ചാൽ ആ തണലിലേക്ക് മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നാളെ ശനിയാഴ്ചയാണ്. നാളെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ 12:55 ആകുമ്പോൾ സൂര്യന് നിഴലേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അത്ഭുതമായ പ്രതിഭാസത്തിന്റെ ദിവസമാണ് നാളെ. നാളെ ഒരു ടൈമിൽ സൂര്യന് നിഴലുണ്ടാവില്ല. സൂര്യൻ നമ്മുടെ നേരെ തലയുടെ മുകളിൽ വന്ന് നിൽക്കും, അന്ന് നിഴലുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ ചൂട് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാതെ ചാലക്കമ്പോളത്തിൽ ജോലി ചെയ്യുമ്പോ, കടയിലിരിക്കുമ്പോ ഒരു ഫാൻ കഴിഞ്ഞ് 2ാമത്തെ ഫാൻ വെച്ച് നിങ്ങൾ ചൂടിനെ മാറ്റാൻ പോകുമ്പോ ഇതിനേക്കാൾ വലിയൊരു ചൂട് വരാനുണ്ട്. അന്നത്തെ ചൂട്, നരകത്തിന്റെ ചൂട് ഏറ്റവും ഭയാനകരമായ ചൂടാണ്. ആ ചൂടിൽ നിങ്ങൾ കിടന്ന് വേർക്കുമ്പോ ഖുർആൻ എത്ര ഭീകരമായിട്ടാണ് നമ്മോട് പറയുന്നത്. ആ നരകത്തിന്റെ ചൂട് മനുഷ്യ ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചവന്റെ ശരീരത്തിന്റെ മാംസം കരിഞ്ഞ് കരുവാളിക്കുമ്പോ നേരെ അവനൊരൽപ്പം വെള്ളത്തിന് വേണ്ടി മേലോട്ട് നോക്കുമ്പോൾ കാർമേഘങ്ങൾ, കരിമേഘങ്ങൾക്കിടയിലൂടെ ജലം വരും. അത് ജലമല്ല, തിളച്ചു മറിയുന്ന ചീഞ്ചരമാണ്. അത് തലയിലൂടെ വീണവന്റെ ശരീരത്തിന്റെ ആന്തരിക ഭാഗം ഉരിഞ്ഞു പോകുമ്പോ നരകത്തിന്റെ അങ്ങേയറ്റത്തൽപ്പം വെള്ളം അവൻ കാണും. ആ വെള്ളം കുടിക്കാൻ വേണ്ടി നരകവാസി അവിടം വരെ ഓടുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ തിളച്ചു മറിയുന്ന ചീഞ്ചരമാണ് അവിടെ കിടക്കുന്നത്. ഇതിനേക്കാൾ ചൂട് കുറവ് ഇപ്പുറത്താണെന്ന് കരുതി നമ്മൾ ഇപ്പോൾ ഓടുന്നത് പോലെ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ ചൂട് കൂടുതൽ, ബെഡ്റൂമിലേക്ക് കയറാം, ബെഡ്റൂമിലിരിക്കുമ്പോൾ അതിന് കൂടുതൽ, വെളിയിലിറങ്ങാം. ആ സമയത്ത് ചൂട് കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതി ആദ്യം നിന്നെടുത്താണ് കരുതെന്ന് കരുതി അവർ അവിടെ ഓടുന്നതിന്റെ ഇടയിൽ ഈ നരകവാസി ചിന്തിക്കും, വീട്ടിൽ നമ്മുടെ നാട്ടിൽ തിളച്ചു മറിയുന്ന വെള്ളമെടുത്ത് വെച്ചാൽ ഒരു അല്പനേരം കഴിയുമ്പോൾ ചൂട് കുറയുമല്ലോ. ഞാൻ നേരത്തെ കണ്ട ജലാശയത്തിൽ ചൂട് കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതി ഇവൻ അവിടെ ഓടും. അവിടെ എത്തുമ്പോൾ ചൂട് കുറഞ്ഞിട്ടേയില്ല. വീണ്ടും തിരിച്ച് ആദ്യ ഭാഗത്തേക്ക് ഓടും. ആരും എന്നെ പരിഹസിക്കണ്ട, ഈ പറയുന്നത് പടച്ചതമ്പുരാൻ പറഞ്ഞതാണ്, എന്റെ അതിശയകരമായ വാക്കൊന്നുമല്ല. അല്ലാഹു പറയുകയാണ്, യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ ഫബിഅയ്യി
ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യതൂഫൂന ബൈനഹാ ആ നരകത്തിന്റെയും ബൈന ഹമീമിന് ഹമീം എന്ന ഈ തിളച്ചുമറിയുന്ന ജലത്തിന്റെയും ഇടയിൽ യതൂഫൂന അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഫബിഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ നിന്റെ രക്ഷിതാവിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിഷേധിക്കുന്നത്? നരകം ഇത്രമേൽ ഭയാനകരമാണ്. സൂര്യനെ കുറിച്ച് അല്ലാഹു പറയുന്നത്. ഈ സൂര്യൻ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഈ സൂര്യൻ ഏഴാമത് ഖുർആൻ സൂര്യനെ കുറിച്ച് പറയുന്നത് സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വശംസു വൽ ഖമർ. ഈ സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്, അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട്. നമ്മെ പോലെയല്ല. എല്ലാ ദിവസവും കിഴക്ക് നിന്ന് ഉദിക്കണേ സൂര്യ, റബ്ബിന്റെ കൽപ്പനയാണ്. ഉദിക്കും പടിഞ്ഞാറസ്തമിക്കണേ സൂര്യ, പടിഞ്ഞാറസ്തമിക്കും. ഒരു കാലം വരും കിഴക്ക് നിന്നുദിച്ച സൂര്യ ഇന്ന് നീ പടിഞ്ഞാറ് നിന്നുദിക്കണേ. പടിഞ്ഞാറസ്തമിച്ച സൂര്യ ഇന്ന് നീ കിഴക്കസ്തമിക്കണേ. സൂര്യൻ അതേപോലെ റബ്ബിനെ അനുസരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന ഒരു സിദ്ധിയാണ് അല്ലാഹുവിന്റെ സിദ്ധിയായ സൂര്യൻ. ഏഴാമത്തെ പ്രത്യേകത, എന്ന് സൂര്യൻ ദിശ മാറി ഉദിക്കുന്നുവോ അന്നോടുകൂടി പശ്ചാത്തലത്തിന്റെ വാതിൽ അടയപ്പെടും. സൂര്യനൊരു അനുഗ്രഹമാണ്. അത് കിഴക്ക് നിന്ന് ഉദിക്കാൻ വേണ്ടി ദുആ ചെയ്തോളി. അത് ഉദിക്കുവോളം കാലം തൗബയ്ക്ക് അവസരമുണ്ട്. പടിഞ്ഞാറ് നിന്ന് എന്ന് ഉദിക്കുന്നുവോ അന്ന് തൗബയുടെ വാതിൽ അടയപ്പെടും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ അല്ലാഹുവിനെ അനുസരിച്ച ഈ സൂര്യന്റെ ചൂട്, ഈ വല്ലാതെ ചൂട് പകയ്ക്കുന്ന നേരത്ത്, മനുഷ്യന്റെ ശരീരം പതഞ്ഞൊടുക്കുന്ന നേരത്ത് നിങ്ങൾ ഓർക്കണം, സൂര്യനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ ഒരേ ഒരു 7 കാര്യങ്ങളെ ഞാൻ ഖുത്ബയിൽ പറഞ്ഞത്. എട്ടാമത്തേത് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് വേണ്ടിയാണ്. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഈ നൂറ്റാണ്ട് ആദം നബിയെ പടച്ച കാലം മുതൽ, സൂര്യനെ പടച്ച കാലം മുതൽ ഈ നിമിഷം വരെ അല്ലാഹുവിന്റെ വിധിക്കനുസരിച്ച് സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിച്ചിട്ടുണ്ട്, പടിഞ്ഞാറ് പോയി അസ്തമിച്ചിട്ടുണ്ട്. സൂര്യന്റെ ചലനത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. സൂര്യൻ രാവിലെ ഉയരുന്നു. ഈ കിഴക്കിന്റെ നവസ്ഥലയിൽ വെഞ്ചാമരം വീശിയതുപോലെ വർണ്ണ പ്രപഞ്ചങ്ങളുടെ വിസ്മയം സൃഷ്ടിച്ച് അരുണകിരണങ്ങൾ ഇങ്ങനെ വരുന്ന നേരത്ത് ഈ മരക്കൊമ്പിലിരുന്ന് പക്ഷികൾ പാട്ടുപാടുകയും ഇലകൾ ഇങ്ങനെ ആടുകയും ചെയ്യുമ്പോ സൂര്യോദയത്തിന്റെ ഏറ്റവും മോഹനമായ ഒരു രൂപം ജീവിതത്തിൽ കണ്ടാൽ കൊതിതീരാത്ത ഒരു കാഴ്ച സൂര്യോദയമാണ്. ശംഖുമംഗ കടപ്പുറത്ത് പോയാൽ മോനെ, അത് നിന്റെ യുവത്വമാണ്, അത് നിന്റെ ശൈശവമാണ്. ആ സൂര്യൻ സഞ്ചരിച്ച് മധ്യാഹ്നത്തിൽ എത്തുന്ന നേരത്ത് സൂര്യതാപം ഇങ്ങനെ കത്തിജ്വലിക്കുമ്പോ അത് നിന്റെ ആയുസ്സിന്റെ യൗവനമാണ്. കത്തിജ്വലിക്കുന്ന യൗവനം സന്ധ്യയാകുമ്പോ എല്ലാ പ്രഭയും കെട്ട് എവിടെയോ മുഖമൊളിച്ച് താഴുമ്പോ അത് നിന്റെ ജീവിതത്തിന്റെ വാർദ്ധക്യമാണ്. സൂര്യന്റെ പ്രയാണം മനുഷ്യ ജീവിതത്തിന്റെ ആയുസ്സിന്റെ പ്രയാണമാണെന്ന് ചിന്തകന്മാര് പറയുന്നുണ്ട്. കത്തിജ്വലിച്ചു നിൽക്കുന്ന മധ്യാഹ്ന നേരം ആ യുവത്വമാണ്. യുവത്വം എന്ന് പറയുന്നത് ആ കത്തിജ്വലിക്കുന്ന യൗവനം, ചുറ്റും കരുത്തുറ്റൊരേത് വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പോകുന്നൊരു യൗവനം. ഇനി നിങ്ങളോട് ഞാനൊരു സ്വകാര്യം പറയട്ടെ. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് മാറിയിട്ടില്ല. ചരിത്രത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ സൂര്യൻ എന്ന മഹാഗോളം ഈ ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി പിണ്ഡവലിപ്പമുള്ള, ലക്ഷക്കണക്കിന് ടൺകണക്കിന് ഹൈഡ്രജൻ ഹീലിയമാറ്റി മാറുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഭ്രമണപഥത്തിൽ നിന്ന് മാറിയിട്ടുള്ളൂ. എപ്പോഴാണ്? ആർക്ക് വേണ്ടി? ഒരൊറ്റ പ്രാവശ്യമേ ചരിത്രത്തിൽ ഇതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് മാറിയിട്ടുള്ളൂ. ആർക്ക് വേണ്ടി? അല്ലാഹു അല്ലാതെ രാജാവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് കാട്ടിലൊളിച്ച 7 യുവാക്കളുണ്ട് അസ്ഹാബുൽ കഹഫ്. അവര് ഗുഹയിൽ ഉറങ്ങിയപ്പോൾ അല്ലാഹു പറഞ്ഞു, സൂര്യ എനിക്ക് വേണ്ടി ഹിജ്റ ചെയ്ത, എനിക്ക് വേണ്ടി എല്ലാത്തിനെയും വിട്ട് 7 യുവാക്കൾ ഉറങ്ങുകയാണ്. ഉദിക്കുന്ന നേരത്തെ ഇടത്തേക്കൊന്ന് മാറണം, അസ്തമിക്കുന്ന നേരത്തേക്ക് വലത്തേക്കൊന്ന് മാറണം. എന്തിനെന്നറിയോ? എനിക്ക് വേണ്ടി എല്ലാ
സുഖങ്ങളും ധരിച്ച 7 യുവാക്കൾ ഉറങ്ങുകയാണ്. അവരുടെ ഉറക്കത്തിന് തടസ്സമില്ലാതിരിക്കാൻ അസ്തമിക്കുമ്പോൾ ഒന്ന് മാറിയേക്കണേ എന്ന് അല്ലാഹു പറഞ്ഞത് ഈ സൂര്യനോടാണ്. ലോകചരിത്രത്തിൽ ഇന്നേ വരെ സൂര്യന്റെ ഭ്രമണപഥം ചൂട് കാരണത്താൽ നമ്മൾ ഉരിഞ്ഞൊടുക്കുന്ന ഈ സൂര്യൻ അതിന്റെ പ്രഭവസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞത് യുവാക്കൾക്കാണ്. യുവാക്കളെ, നിങ്ങൾ ചില്ലറക്കാരല്ല. യുവാക്കളെ ഈ യുവത്വം വളരെ വലുതാണ്. ആ യുവത്വം നിറത്തിന്റെ മേൽ ആക്രമിക്കപ്പെട്ട് ആക്രോശിക്കപ്പെട്ട് ശരീരത്തിന് നിറം നൽകുന്ന മെലനിൻ എന്ന രാസവസ്തു കുറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു യുവാവ് മറുഭാഗത്ത് ബാറിൽ നിന്ന് ഇറങ്ങി വന്ന് തർക്കത്തിന്റെ പേരിൽ നടുറോഡിൽ യുവത്വത്തെ തല്ലിക്കൊല്ലുന്ന കാലത്ത്, യുവത്വം എന്നത് സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ അവരനെ തല്ലിക്കൊല്ലാനായി മാറുന്ന കാലത്ത്, യുവത്വം ലഹരിയിലോട്ട് പോകുന്ന കാലത്ത്, യുവാക്കളെ, നിങ്ങളുടെ യുവത്വമാണ് സൂര്യനെ പോലും ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു പ്രായം. അത് യുവത്വമാണ്. അത് പാഴാക്കരുത്. ഇല്ല തിരിച്ചിരി കിട്ടിൽ ഒരിക്കലും മുല്ലതൻ പൂവോൾ ചിരിക്കും ഈ യൗവനം. ചുറ്റും കരുത്തുറ്റേത് വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പോകുന്നൊരു യൗവനം. ഈ യൗവനം അല്ലാഹുവിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ടാണ് യുവാവ് പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്താൽ 5 വഖ്ത് നിസ്കരിച്ചാൽ അവന്റെ പ്രതിഫലം അർശിന്റെ തണലിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് ഈ സൂര്യതാപത്തെ കുറിച്ച് മാത്രമല്ല, ഈ ഉരുകുന്ന വേനലിൽ നരകത്തെ കുറിച്ച് ഓർക്കുകയും നമ്മുടെ യുവത്വത്തെ പടച്ചവന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒന്ന് വിഷയം പറഞ്ഞു തീർക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം വേണം. ആ സമയം വേണമെങ്കിൽ ഏറെ കഴിഞ്ഞു പോയി. മാത്രവുമല്ല, ഷുഗർ ഉള്ളവരുണ്ട്, ഡയബറ്റീസ് ഉള്ളവരുണ്ട്, ഏറെ നേരം ഇരിക്കുന്ന അത്ര നല്ലത്. 12:45 കറക്റ്റ് പ്രസംഗം തുടങ്ങും. ഇന്ന് ഞാൻ 5 മിനിറ്റ് കൂടി കൂട്ടിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ 1:20 പ്രസംഗം. ഇൻഷാ അല്ലാഹ് ജുമുഅ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായി അത് പറഞ്ഞു പോകണം. നേരത്തെ 12:45 എത്തിയാൽ ഈ വിഷയം നമുക്ക് ഫുള്ളായിട്ട് കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. കുടുംബത്തിന്റെ ബറക്കത്തിനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും ജോലി ലഭിക്കുന്നതിനും വിവാഹത്തിനും ദുആ ചെയ്യാൻ ശ്രീനഗറിൽ നിന്നൊരു സഹോദരൻ സംഭാവന റമളാനിലെ വരവ് ചെലവ് കണക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവം അടുത്തൊരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ ശ്രീനഗറിൽ നിന്നുള്ള സഹോദരന്റെ കുടുംബത്തിൽ ബറക്കത്തും മക്കളുടെ വിദ്യാഭ്യാസത്തിനും നീ ഖൈർ നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ചൂടിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഇത്